നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ടെൻഷൻ വരികയാണെങ്കിൽ ഇരുന്ന് സൂറത്തുൽ ളുഹ അങ്ങനെ ആവർത്തിച്ച് ഓതിക്കോളൂ. ആ ടെൻഷൻ അങ്ങനായിട്ട് കാർമേഘങ്ങൾ നീങ്ങുന്നത് പോലെ കൽബിൽ നിന്ന് ആ ടെൻഷൻ എന്താവും? വലിയ ടെൻഷനിലായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ടെൻഷൻ തീർക്കാനാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. അപ്പൊ സ്വാഭാവികമായും മനുഷ്യരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, മനസ്സിൽ പലപ്പോഴും ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടും. അത് മഞ്ഞലിയുന്നത് പോലെ അലിഞ്ഞു പോകാൻ പര്യാപ്തമാണ് ഏത് സൂറത്ത്? സൂറത്തുൽ ളുഹ. അല്ലാഹു നമ്മളെ എല്ലാ ടെൻഷനും തീർത്തരട്ടെ. ഒന്ന് ഓതിയല്ലേ? നിങ്ങൾ ഉഷാറിലാണോ? ഒന്ന് ഓതിയല്ലേ? ഇത് ഓൺലൈനായി കേൾക്കുന്നവരും ഇതിൽ പങ്കാളികളാകണം. ഓതാൻ പറ്റുന്നവരൊക്കെ അള്ളാഹുവിലേക്ക് കൽബ് ബന്ധിപ്പിച്ച് ഒന്ന് ഓതിക്കോളൂ. നമ്മുടെ എല്ലാ ടെൻഷനും അള്ളാഹു തീർത്തു തരട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ ടെൻഷനുകൾ തീർക്കണേ അല്ലാ. അതിനൊക്കെ പകരം സന്തോഷം കൊണ്ടും റാഹത്ത് കൊണ്ടും ഞങ്ങളെ കൽബിനെ നിറച്ചു തരണേ അല്ലാ. ചിലപ്പോൾ മക്കളെ ദുസ്വഭാവം കൊണ്ടാവാം ടെൻഷൻ. ചിലപ്പോൾ മക്കൾ ഗൾഫിൽ പോയിട്ടൊരു ഗുരുത്തം കിട്ടിയില്ല, ഒരു ജോലി കിട്ടിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ്, അതാവാം ടെൻഷൻ. അങ്ങനെയൊക്കെ പല കാരണങ്ങളാവാം. ഏതായാലും ആ കാരണങ്ങളൊക്കെ നീക്കി അള്ളാഹു കൽബിലേക്ക് സന്തോഷം തരട്ടെ. സഹോദര, ഓരോ ആയത്തിന്റെയും വിശദീകരണങ്ങൾ പറയുമ്പോൾ എന്റെ റബ്ബ് എന്നോട് എന്താണ് പറഞ്ഞത് എന്നാണല്ലോ ആ വിശദീകരിക്കുന്നത്. ആ ഒരു ബോധത്തോടെ, ആ ഒരു താല്പര്യത്തോടെ, വലിയ ആഗ്രഹത്തോടുകൂടെ തന്നെ ഇത് ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇതിനോടൊക്കെ ഒരു ഇഷ്ടം നമ്മളെ കൽബിലേക്ക് ഇട്ട് തരട്ടെ. ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ ഇതിലൊക്കെ എത്തിപ്പെടാൻ നമുക്ക് കഴിയുള്ളൂ, ഇതൊക്കെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. കാര്യം വലിയ പ്രധാനപ്പെട്ട തന്നെയാ, പക്ഷെ അതിനോടൊരു ഇഷ്ടവും താല്പര്യവും അള്ളാഹു നമ്മളെ കൽബിൽ ഇട്ട് തന്നിട്ടില്ലെങ്കിൽ പടച്ചോനെ അതൊരു പരാജയാണ്. അള്ളാഹു കാക്കട്ടെ. ളുഹയെ തന്നെയാണ് സത്യം. ആ വാക്കിന്റെ അർത്ഥം പ്രഭാത സമയമെന്നാണ്. എന്നാൽ ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഇത് കേവലം പ്രഭാത സമയത്തെ മാത്രം ഉദ്ദേശിച്ചതല്ല, പിന്നെയോ ഈ സമയത്തുള്ള നിസ്കാരത്തെ തന്നെയാണ് സത്യം. അങ്ങനെ ഒരു വ്യാഖ്യാനവും ഇതിനുണ്ട്. ഒരു സൂറത്തുണ്ടല്ലോ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അവിടെ വൽ അസ്ർ എന്ന് പറയുന്നുണ്ട്. അതിന് അസ്ർ നിസ്കാരം എന്നൊരർത്ഥം ഉണ്ട്. അതിന് അസ്ർ നിസ്കാരം എന്നൊരർത്ഥമുണ്ട്. എന്നതുപോലെ വല്ലുഹാ, ഇതിന്റെ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം ആ ളുഹാ നിസ്കാരത്തെ തന്നെയാണ് സത്യം. അങ്ങനെ പറയാനുള്ളൊരു കാരണം നിസ്കാരങ്ങളെ കൂട്ടത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട നിസ്കാരാണ് ഏത് ളുഹാ നിസ്കാരം. പടച്ചോനെ മുടങ്ങാതെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുടങ്ങാതെ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.
അത് ചെയ്തു വരുന്നവരിൽ നിന്നൊക്കെ അള്ളാഹു പൂർണ്ണമായും അത് കബൂലാക്കട്ടെ. ളുഹാ നിസ്കാരത്തെ തന്നെയാണ് സത്യം. നിസ്കാരങ്ങളിൽ പ്രാധാന്യമുള്ളൊരു നിസ്കാരാണ് ളുഹാ നിസ്കാരം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്നെ വിളിച്ചിട്ട് മുത്തുനബി കാര്യമായി പറഞ്ഞൊരു സംഗതി 3 കാര്യം ശ്രദ്ധിക്കണം എന്നാണ്. ഏയ് മനസ്സിലാവണില്ലേ? വീട് കൂടിയാ? ഹബീബായ നബിതങ്ങൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് കാര്യമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഔസാനി ഖലീലി ബിസലാസ്, ഔസാനി ഖലീലി ബിസലാസ്. എന്റെ പ്രിയപ്പെട്ട ഖലീൽ, എന്റെ ആത്മസുഹൃത്തായി ഞാൻ ഗണിക്കുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയ്യത്തായി പറഞ്ഞത് 3 കാര്യം. ഒന്ന്, സുയാമി സലാസത്തി അയ്യാം മിൻ കുല്ലി ശഹ്ർ. എല്ലാ മാസത്തിലും ഒരു 3 ദിവസം നോമ്പെടുക്കണമെന്ന് എന്നോട് കൽപ്പിച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അതിനൊക്കെ നമുക്കൊരു മനസ്സ് തരട്ടെ. അള്ളാഹു നമുക്കൊരു തൗഫീക്ക് നൽകട്ടെ. നോമ്പ് ചില ആളുകൾക്കൊരു നിർവൃതിയാവും, നോമ്പ് ചില ആളുകൾക്ക് വലിയ ആശ്വാസവും, നോമ്പ് കൊണ്ട് പലർക്കും ഒരു ആത്മബലം കിട്ടും. ഇന്ന് എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നു, കല്യാണം കഴിച്ചിട്ടില്ല, ഒരു 10, 27, 28 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. കഴിഞ്ഞ കൂടെ ഫലസ്തീനിലേക്ക് എൻ്റെ കൂടെ യാത്രയിൽ ആ സഹോദരൻ വന്നിരുന്നു. ഇത്തവണ ഇനി ഇറാഖിലേക്കും വരുന്നുണ്ട്. എന്നോട് പറഞ്ഞു, 8 മാസമായിട്ട് ഞാനിപ്പോ നോമ്പിലാണ്. നോമ്പ് ഹറാമുള്ള ദിവസം നോമ്പ് വെൽക്കൂല. ആദ്യമൊക്കെ എല്ലാ ദിവസവും നോമ്പ് വെൽക്കും. പിന്നെ എന്നോട് ആരോ പറഞ്ഞു, അങ്ങനെ എല്ലാ ദിവസവും നോമ്പ് നോൽക്കരുത്, ദാവൂദ് നബിയുടെ നോമ്പാണ്, ദാവൂദ് നബിയുടെ നോമ്പാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ്. ദാവൂദ് നബിയുടെ നോമ്പ് എങ്ങനെയായിരുന്നു? ഒരു ദിവസം നോൽക്കും, പിറ്റേ ദിവസം നോൽക്കൂല, പിറ്റത്തെ ദിവസം നോമ്പെടുക്കും, പിറ്റേ ദിവസം നോമ്പൊഴിവാക്കും. അപ്പൊ അങ്ങനെയാണ്. എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു, ഞാന് 1 കിൻഡലിന്റെ മുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏകദേശം 70 ആയിട്ടുണ്ട്. 1 കിൻഡലിന്റെ മുകളിൽ ഉണ്ടായിരുന്നു, 70 ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യം, അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം, അങ്ങനെയൊക്കെ ചെറുപ്പക്കാർക്കടക്കം വിചാരിച്ചാൽ കഴിയും. പക്ഷെ നീയത്ത് എന്താവണം? ഒരു തടി കുറക്കൽ മാത്രമാണ് നീയത്തെങ്കിൽ തടി ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കുറയൂല. അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെങ്കിൽ നീയത്തും കൂടെ നന്നാക്കണം. എന്താ നീയത്ത്? എന്റെ റബ്ബിലേക്ക് അടുക്കുക, അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഇവിടെ എല്ലാ ദിവസവും, മാസത്തിൽ എല്ലാ ദിവസവും നോമ്പെടുക്കാൻ അല്ല മുത്തുനബിയുടെ വസിയ്യത്ത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, 96 നോമ്പൊക്കെ എടുക്കുന്ന പല സഹോദരിമാരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. റജബ് മൊത്തം നോമ്പായിരിക്കും, ഷഅബാൻ മൊത്തം നോമ്പായിരിക്കും, റമളാൻ മൊത്തം നോമ്പായിരിക്കും, 6 നോമ്പ് എടുക്കും. അങ്ങനെ കൂട്ടി വെക്കുമ്പോൾ 96. പടച്ചോനെ, കൊല്ലങ്ങളായി അങ്ങനെയൊക്കെ ചെയ്തു വരുന്നവരുണ്ട്. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നിരാശപ്പെടുത്തരുതേ റബ്ബേ, അവറ്റങ്ങളെ ഒന്നും രോഗികളാക്കി കിടത്തരുതേ റബ്ബേ. അവരുടെയൊക്കെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ശക്തി നീ കൂട്ടിക്കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവർക്കും മരണം വരെ അവനാന്റെ കാര്യങ്ങളൊക്കെ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ റാഹത്തായി ചെയ്യാൻ യാ അല്ലാ മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാ. ചുരുക്കത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, സിയാമി സലാസത്തി അയ്യാം മിൻ കുല്ലി ശഹ്ർ. എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കാൻ മുത്തുനബി എന്നോട് പറഞ്ഞു. പിന്നെയോ വറകഅതൈൽ ളുഹാ, പിന്നീട് എന്നോട് പറഞ്ഞ കാര്യം, ഒരു 2 റകഅത്തെങ്കിലും ദിവസവും ളുഹാ നിസ്കരിക്കണം. ഏതാ നിസ്കാരം? ളുഹ. ഇന്ന് ളുഹ നിസ്കരിച്ചോളൂ, ഒന്ന് കൈവക്കി കാണട്ടെ. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ.
എത്ര ആളുകളെങ്കിലും ചെയ്തല്ലോ. ചെയ്യാത്തവർക്കൊക്കെ ചെയ്യാനുള്ളൊരു തൗഫീക്കും അതുകൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു വിധിയും അള്ളാഹു നൽകട്ടെ. ഒന്നും വേണ്ട, ഒന്നും എടുത്ത് 2 റക്അത്ത്, ചുരുങ്ങിയത് 2 റക്അത്താണ്. കൂടിയാൽ എത്ര? 8 റക്അത്ത്. കൂടിയാൽ 8 റക്അത്ത്, ചുരുങ്ങിയത് 2 റക്അത്താണ്. പടച്ചോനെ, 2 റക്അത്ത് എല്ലാ ദിവസവും ഒരാൾ ദുഹാ നിസ്കരിച്ചാൽ ഗാഫിലീങ്ങളിൽ, അശ്രദ്ധരിൽ അവര് പെടൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആളുകൾക്കും പല വിഷയത്തിലും എന്തുണ്ടാകും? ഗഫ്ലത്ത് ഉണ്ടാകും, അശ്രദ്ധ ഉണ്ടാകും. നിസ്കാരത്തിൽ ഗഫ്ലത്തുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. എത്ര റക്അത്താ നിസ്കരിച്ചെന്നൊരു ഓർമ്മ കിട്ടാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലില്ലേ? അള്ളാഹു നല്ല ഓർമ്മ ശക്തി നമുക്ക് തരട്ടെ. ഈ ബ്രെയിൻ ചുരുങ്ങുന്നൊരു അസുഖം ഇന്ന് മൊത്തത്തിൽ കൂടി വരുന്നുണ്ട്. ബ്രെയിന് ചുരുങ്ങിപ്പോവാ. ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പോലും എനിക്കറിയാത്തൊരു അവസ്ഥ വരിക. നമ്മുടെ കൊണ്ടോട്ടി ക്ലാസ്സിലേക്ക് ഒരു സഹോദരി തന്റെ ഉമ്മയെയുമായി വന്നിരുന്നു. ഉമ്മയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഉമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. കാണാൻ ഉമ്മാക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മയാണ്, പക്ഷെ നിങ്ങളിപ്പോ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഉമ്മക്ക് അറിയൂല. നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത് ഉമ്മ എന്ന് ചോദിച്ചാൽ ഉമ്മക്ക് അറിയൂല. ഞാൻ ഉമ്മാന്റെ മൂത്ത മോളാണ്. ഇതിപ്പോ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ഉമ്മക്ക് അറിയൂല. കാഴ്ചക്ക് ഒരു തകരാറും ഇല്ല. ഞാൻ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ദിവസത്തിൽ 2 ദിവസം കൂടുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് റേഞ്ച് വരും, എപ്പോഴെങ്കിലൊക്കെ ഒരു ഓർമ്മ വരും. അപ്പം കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ചെറിയ മക്കളെ പോലെ ഇപ്പൊ പ്രസവിച്ച കുട്ടികളുടെ അവസ്ഥ എന്താണോ ആ ഒരവസ്ഥയിലേക്ക് ഡോക്ടർമാർ പറയുന്നത് അതിനു മാത്രം തലച്ചോറ് ചുരുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, മലമൂത്ര വിസർജനം ചെയ്താൽ പോലും അതിൽ യാതൊരു അറിവുമില്ല. അതിൽ കളിക്കുന്നൊരവസ്ഥ പോലും ഉമ്മാക്ക്. പരീക്ഷനാണ് റബ്ബെ, ആഫിയത്തുണ്ട്, പക്ഷെ ഒരു നിലക്കുള്ള തിരിച്ചറിവും ഇല്ലല്ലോ. അള്ളാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു കാക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ സല്ലല്ലാഹു റകഅതൈൻ ലം തുക്തബ് മിനൽ ഗാഫിലീൻ. എല്ലാ ദിവസവും മുടങ്ങാതെ 2 റക്അത്തെങ്കിലും ഒരാൾ ദുഹാ നിസ്കരിച്ചാൽ ഗാഫിലീങ്ങളിൽ അവരെ അല്ലാഹു പെടുത്തുകയില്ല. ഖാല റസൂലുള്ളാഹി. ഗഫ്ലത്ത്, മറവി, ഇതിനെ തൊട്ടൊക്കെ അല്ലാഹു കാക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നോട് തന്നെ വന്ന് പറഞ്ഞതല്ലേ, ഉസ്താദിന്റെ മറവി ഒന്ന് മാറിക്കിട്ടാൻ ദ്വാരക്കണം. എന്തേ കാര്യം? ഭർത്താവ് രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയി വരുമ്പോൾ മീൻ കൊണ്ടുവന്നിരുന്നു. മീനത് അങ്ങനെ തന്നെ വെള്ളത്തിൽ ചട്ടിയിൽ ഇട്ടച്ചു. ഉച്ചക്ക് ചോറ് വിളമ്പിയപ്പോ ഭർത്താവ് ചോദിച്ചു, എവിടെ മീന്? അപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്. ഏത് കാര്യം? മീൻ അപ്പോഴും ഇവിടെ തന്നെ ഈ പച്ച വെള്ളത്തിൽ ചട്ടി കിടക്കാൻ. ഒരു സാധനം എവിടെ വെച്ചെന്നുള്ളൊരു ഓർമ്മ. അതിന്റെ പേരിൽ ഞങ്ങൾ എപ്പോഴും കച്ചറൻ. അതിന്റെ പേരിൽ വീട്ടിൽ നിന്നും കുലുമാലാണ്. ഒരു സാധനം ഇവിടെ വെച്ചെന്നിട്ട് ഓർമ്മ കിട്ടുന്നില്ല. നമ്മൾ പറയും അരണയെ പോലെ എന്നൊക്കെ. അരണയെ കുറിച്ച് പറയാറുള്ളത് അതിന്റെ തല എവിടെയാണോ അവിടെ വാലെത്തുമ്പോഴത്തേക്ക് അപ്പോൾ സംഗതി അത് മറന്നു. അള്ളാഹു മറവിയെ തൊട്ട് നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ ഈ പറയണത്? അള്ളാഹു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഏതായാലും ഈ ഗഫ്ലത്ത് നീങ്ങിക്കിട്ടും. എന്തുകൊണ്ട്? നിസ്കാരം പരിഹാരല്ലേ? നിസ്കാരം എല്ലാത്തിനും പരിഹാരല്ലേ? മൻ സല്ലല്ലാഹു റകഅതൈൻ 2 റക്അത്ത് ഒരാൾ ദുഹാ നിസ്കരിച്ചാൽ, ഇത് പതിവാക്കിയാൽ, ലം തുക്തബ് മിനൽ ഗാഫിലീൻ, അശ്രദ്ധരിൽ പെടില്ല, അല്ലാഹു രക്ഷ നൽകും. ഇനി 4 റക്അത്ത് ദിവസവും നിസ്കരിക്കാൻ കഴിഞ്ഞാലോ ആബിദീങ്ങളുടെ ലിസ്റ്റിൽ അയാളുടെ പേര് രേഖപ്പെടുത്തപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആബിദീങ്ങൾ, അല്ലാഹു മനുഷ്യനെ പടച്ചത് തന്നെ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്തിന്റെ പ്രത്യേക വിഭാഗത്തിനാണ് ആബിദീങ്ങൾ എന്ന് പറയാ. അല്ലാഹു നമ്മളെയൊക്കെ യഥാർത്ഥ ആബിദീങ്ങളിൽ പെടുത്തി തരട്ടെ. നമ്മൾ ഈ ക്ലാസ്സും ഇത് ക്ലാസ് എടുക്കലും ഈ ക്ലാസ് കേൾക്കലും ഇവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇബാദത്തിന്റെ ലിസ്റ്റിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ നമ്മളെ ആബിദീങ്ങളിൽ അല്ലാഹു ചേർക്കട്ടെ. എന്നാൽ മുടങ്ങാതെ 4 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ ആരെ ലിസ്റ്റിൽ പെടും?
ആബിദിന്റെ ലിസ്റ്റിൽപ്പെടും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതിങ്ങനെയാണ്, മൻ സല്ലാ അർബഅൻ മിനൽ ളുഹാ, ളുഹയിൽ നിന്ന് 4 റകഅത്ത് ഒരാൾ നിസ്കരിച്ചാൽ കുതിബ മിനൽ ആബിദീൻ, ആബിദീങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. ഇനി 6 റകഅത്ത് നിസ്കരിച്ചാലോ അന്ന് അയാളുടെ കാര്യത്തിൽ പടച്ച റബ്ബ് സമ്പൂർണ്ണ സംതൃപ്തനാകുന്നതാണ്. അയാൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അമലുകളൊക്കെ ഈ ഒരു 6 റകഅത്ത് കൊണ്ട് തന്നെ മതിയാക്കപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 4 റകഅത്ത് ളുഹ നിസ്കരിച്ചാൽ മതി. അന്നത്തെ ദിവസം അവൻ രക്ഷപ്പെടാൻ അവൻ അത് മതി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ സല്ലാ സിത്ത കുഫിയ ദാലികൽ യൗം, 6 റകഅത്ത് നിസ്കരിച്ചാൽ അന്നത്തെ ദിവസത്തിനതു മതി. വമൻ സല്ലാ സമാനിയ ഖതബഹുല്ലാഹു മിനൽ ഖാനിതീൻ. ഇനി ഒരാള് 8 റകഅത്ത് ളുഹ നിസ്കരിച്ചു, അങ്ങനെ അങ്ങനെയൊക്കെ കയ്യുന്നവർ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എല്ലാ ദിവസവും ഉന്മേഷത്തോടുകൂടെ 8 റകഅത്തൊക്കെ ളുഹ നിസ്കരിക്കുക. അഥവാ ഒരു യാത്രയിലോ മറ്റോ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അസ്വസ്ഥരാവുക. യാ അല്ലാ, കൽബിൽ ആ നൂറിന്റെ സ്പർശനമുള്ളവർക്ക് അതിനൊക്കെ കഴിയൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖാനിതീൻ, അല്ലാഹുവിൽ അലിഞ്ഞു ചേർന്നവർ, അവനിൽ സമ്പൂർണ്ണ സംതൃപ്തിയായവർ ആ കൂട്ടത്തിൽ പൂർണ്ണമായും ഉൾപ്പെടുത്തപ്പെടും. എല്ലാ ദിവസവും ഒരു 8 റകഅത്ത് ളുഹ നിസ്കരിച്ചാൽ, ഞാൻ എൻ്റെ നഫ്സിനോടും എൻ്റെ മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത് ഒരു 2 ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു 2, അതായത് സുബഹിസ്കാരം കഴിഞ്ഞ് സൂര്യനാണ്ട് ഉദിച്ചു കഴിഞ്ഞാൽ ളുഹർ ആകുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയം ഒന്ന് എടുത്തിട്ട് ളുഹ എന്ന 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ജമാഅത്തൊന്നും സുന്നത്തില്ല, ഒറ്റക്ക് നിസ്കരിക്കുക. ഇതല്ലേ ളുഹ. ഈ ഒരു നിസ്കാരം നമ്മുടെ ശരീരത്തിൽ 360-ലേറെ കെണിപ്പുകളുണ്ട്. ഓരോ കെണിപ്പിനും അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ 2 റകഅത്ത് ളുഹ കൊണ്ട് അത് മൊത്തം മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ കെണിപ്പൊക്കെ വലിയ അനുഗ്രഹമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, ഏതെങ്കിലും ഒരു കെണിപ്പിന്റെ പ്രവർത്തനം നിലച്ചാൽ മതി പടച്ചോന് അതിന്റെ പ്രയാസം മനസ്സിലായി നിങ്ങൾക്ക്? എല്ലാം കൂടി ഒന്നും ബ്ലോക്കാവണ്ട. ഏതോ ഒരു കെണിപ്പ്, ആ ഒരു കെണിപ്പിന് എന്തോ ഒരു തകരാറ് സംഭവിച്ചോ, അത് നിവർത്താനോ മടക്കാനോ കഴിയണില്ല. നമ്മുടെ പല സംഗതികളും അതുകൊണ്ട് മുടങ്ങിപ്പോവും. പല പ്രവർത്തനത്തിന്റെയും സ്പീഡ് അതുകൊണ്ട് ഇല്ലാതെയാകും. ഈ കൈ ഉപയോഗിച്ച് ചെയ്യുന്ന പല ജോലികൾക്കും അത് ബാധിക്കുമല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ. മനുഷ്യരെ, നിങ്ങളുടെ ഓരോ അവയവത്തിനും അതിന്റെ കെണിപ്പുകൾക്കൊരു സ്വതക്ക കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. സഹോദരാ സഹോദരി ശ്രദ്ധിക്കണേ, ഓരോ കെണിപ്പിനും ഓരോ സ്വതക്ക കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 360 കെണിപ്പുകളാ മനുഷ്യ ശരീരത്തിലുള്ളത്. ഒരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ എത്ര കെണിപ്പുണ്ട്? അപ്പൊ നമ്മളെ കൈമ തന്നെ കൂട്ടുകയാണെങ്കിൽ യാ അല്ലാ എത്ര കെണിപ്പുകളാണ്. അള്ളാന്റെ ഒരു സംവിധാനം. കുറച്ചോനെ അള്ളാഹു ഇതൊക്കെ നിലനിർത്തി തരട്ടെ, അള്ളാഹു ഇതൊക്കെ നിലനിർത്തി തരട്ടെ. കുറച്ചാൻ കഴിയുമ്പോഴത്തേക്ക് ചിലർക്ക് മസിൽ കയറുന്ന അസുഖം, ചിലർക്ക് മുട്ട് വളയാത്ത പ്രശ്നം, ചിലർക്ക് മുട്ട് നീരാത്ത പ്രശ്നം. എന്നിട്ടിങ്ങനെ വേദനയും കഷ്ടപ്പാടും ഇടങ്ങാറുമായിട്ട് കെട്ടിമറിയ. യാ അല്ലാ കാക്കണേ അല്ലാ. ഹബീബ് പറയുന്നുണ്ട്, ഓരോ കെണിപ്പുകൾക്കും സദക്കയുണ്ട്. എന്നാൽ വകുല്ലു തസ്ബീഹത്തിൻ സദക. സദക്ക എന്നാൽ അത് പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കൽ മാത്രമാണെന്ന് വിചാരിക്കണ്ട. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുക്കലാണ്. അത് മാത്രമാണ് സദക്ക എന്ന് വിചാരിക്കണ്ട. കുല്ലു തസ്ബീഹത്തിൻ സദക. എല്ലാ സുബ്ഹാനല്ലാഹും
എല്ലാ തസ്ബീഹും സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ അൽഹംദുലില്ലയും സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലയും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ്. വഅംറും ബിൽ മഅറൂഫി സദഖ, എന്തെല്ലാം നന്മകൾ മനുഷ്യരോട് നമ്മൾ പറയാറുണ്ട്, എത്രയെത്ര നന്മകൾ കൽപ്പിക്കാറുണ്ട്, അതും സദഖയാണ്. പിന്നെയോ വനഹയുന അനിൽ മുൻകരി സദഖ, ഒരു തിന്മയെ ഒരാൾ വിരോധിച്ചെങ്കിൽ അതും എന്തിൽപ്പെടും? ഒരു തിന്മയെ വിരോധിച്ചാൽ അതും സദഖയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വയജ്ദിഉ മിൻ ദാലിക യർകഉഹുമാ മിനൽ-ളുഹാ, എന്നാൽ ഈ തഹ്മീദിനും തക്ബീറിനും തസ്ബീഹിനും തഹ്ലീലിനും അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും ഉൾക്കൊള്ളുന്ന എല്ലാ സദഖകളും ഉണ്ടല്ലോ, അങ്ങനെ 360 കെണിപ്പുകൾക്കും പകരമായി അല്ലാഹു ചെയ്തു തന്ന നിഅമത്തിന് നന്ദിയായി 360 സദഖ കൊടുക്കണ്ടേ? 2 റക്അത്ത് ളുഹാ നിസ്കരിക്കൽ അതിന് മതിയാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനേ, അതുകൊണ്ട് ഒരു വ്യാഖ്യാനം ളുഹാ നിസ്കാരത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനാണ്. വല്ലുഹാ, ആ ളുഹാ നിസ്കാരത്തെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞത്. പിന്നെയോ വല്ലൈൽ, രാത്രിയിലെ നിസ്കാരങ്ങൾ, അത് മഗ്രിബ്, ഇശാ, അതോടൊപ്പം തഹജ്ജുദ്, ഇതെല്ലാം രാത്രിയിലെ നിസ്കാരങ്ങളാണ്. ഈ നിസ്കാരങ്ങളെ തന്നെയാണ് സത്യം. അങ്ങനെ ഒരു വ്യാഖ്യാനവും ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശരി മറ്റേ തെറ്റെന്നൊന്നും പറയണ്ട, എല്ലാം ഇതിൽ പെടും. ഖുർആൻ അങ്ങനെയാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് തരട്ടെ. മറ്റൊരു വ്യാഖ്യാനാണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ, രാവും പകലും തന്നെയാണ് സത്യം. വല്ലുഹാ, പ്രഭാതം, പകലിനെ തന്നെയാണ് സത്യം. വല്ലൈൽ, രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ സജാ, അത് ശാന്തമാകുമ്പോൾ. നബിയെ, രാവും പകലും മാറി മറിഞ്ഞു വരുന്നില്ലേ? അതുപോലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും മാറി മറിഞ്ഞു വരും. നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലേ. മാ വദ്ദഅക റബ്ബുക, നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈവിട്ടിട്ടില്ല. വമാ ഖല, നിങ്ങളോട് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മളെ കൂട്ടത്തിൽ ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് സങ്കടങ്ങളൊന്നും തീരെ സഹിക്കാൻ കഴിയൂല. ഒരു സങ്കടവും ഒരു ബുദ്ധിമുട്ടും സഹിക്കാൻ കഴിയൂല. അങ്ങനെയാവണം ദുനിയാവിൽ എന്നാരും നിർബന്ധം പിടിക്കണ്ട. അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം, സങ്കടങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത, നല്ല റാഹത്തുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് ചെയ്യാ? ദുആ ചെയ്യാ. എന്നാൽ നിങ്ങൾ പറ, ഒരു സങ്കടവും ടെൻഷനും ഇല്ലാത്തൊരു ജീവിതം ദുനിയാവിൽ നടക്കുവോ? അങ്ങനെയാണ് പിന്നെ ഇതിന് സ്വർഗം പറഞ്ഞൂടെ? ഉറക്ക് വരുന്നുണ്ടോ? ഉറക്ക് വരുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റിൽക്ക് ഒരു 3 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. സയ്യിനു മജാലിസക്കും ബിസ്സലാത്തി അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളെ മജ്ലിസിന്റെ ഭംഗിയൊന്ന് കൂട്ടൂ എന്ന് മുഹമ്മദ് മുസ്തഫ. മജ്ലിസിന്റെ പ്രൗഢിയും ഭംഗിയും കബൂലിയത്തും നിങ്ങൾ വർദ്ധിപ്പിക്കൂ. എന്തുകൊണ്ട്? ബിസ്സലാത്തി അലയ്യ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ റൗലയിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കിട്ടണം. ആ സലാത്തിന്റെ ഒരു സന്തോഷം നമുക്ക് കിട്ടണം. ആ നിയ്യത്തോടെ പലരും ഇവിടെ പ്രത്യേകം ദുആ